നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത ദിവസമാണ് മോഹൻലാലിൻ്റെ ഭാര്യ ശ്രീമതി സുചിത്ര മോഹൻലാൽ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അവരുടെ മകൻ പ്രണവ് മോഹൻലാൽ ഇപ്പോൾ സ്പെയിനിൽ ഏതോ ഒരു ഫാമിലാണ് എന്നും അവിടെ അയാൾ ആടിനെയോ കുതിരയോ ഒക്കെ മേയ്ക്കുന്ന എന്തോ ഒരു ജോലി ചെയ്യുകയാണ് എന്നും അയാൾക്കതിന് ശമ്പളമൊന്നും കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടും, താമസിക്കുവാനുള്ള ഇടവും കിട്ടുമെന്നൊക്കെയാണ് ശ്രീമതി സുചിത്ര മോഹൻലാൽ പറഞ്ഞത്. ആ ഇൻ്റർവ്യൂ കാണാത്തവർക്കായി ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ എനിക്കറിയാം സ്പെയിനിൽ എവിടെയോ രാജ്യത്ത് ഇങ്ങനെ എന്താ പറയുക സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും പിക്ചേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊക്കെ ഒരു വേറെ ലെവലാണ്. അപ്പോൾ ചില സമയത്ത് തോന്നാറുണ്ട് സുചിക്ക് വേണ്ട ഇവൻ ഇവിടെ തന്നെ ഇരുന്ന് സിനിമകൾ കൂടുതൽ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ തോന്നും. ഈ അവൻ വന്നിട്ട് ഇപ്പം ചിലപ്പോൾ ഒരു 2 years ഒരു പടം അങ്ങനെയൊക്കെ ഇല്ല. ഞാൻ അപ്പൊ പറയും ഇടാ ഡു 2 in a year. അതെ. സോ ഇത് എനിക്ക് വന്നിട്ട് എൻ്റെ വേറെ കുറെ സോ ഐ ഫീൽ അവൻ പറയുമ്പോൾ എനിക്ക് അത് വന്നിട്ട് അങ്ങനെ കറക്റ്റായി തോന്നില്ല ചിലപ്പം. ബട്ട് പിന്നെ ആലോചിക്കുമ്പോൾ ഐ ഫീൽ വാട്ട് ഹീ സെയിങ് ഇസ് കറക്റ്റ്. ഇറ്റ്സ് എ ബാലൻസ്. അതിന് വന്നിട്ട് ഇതൊരു സൈഡിൽ പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവൻ സ്പെയിനിന് പോയിട്ടുണ്ട്. ഹീസ് ഗോൺ ടു ഡു ദേ കോൾ ഇറ്റ് എ വർക്ക് അവേ. അത് വന്നിട്ട് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല എവിടെയാണ്, അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല. ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക. അവിടെ പോയി അപ്പോൾ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് അവിടെ പോയിട്ട്. കേട്ടില്ലേ? ഈ ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം പ്രണവ് മോഹൻലാലിൻ്റെ ഹ്യൂമിലിറ്റി, എളിമ, വിനയം, സിംപ്ലിസിറ്റി, അയാളുടെ ഡൗൺ ടു എർത്ത് ബിഹേവിയർ, സമ്പത്തിനോടുള്ള അയാളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമാണ്. നേരത്തെ തന്നെ പ്രണവിൻ്റെ സ്വഭാവവും അയാൾ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ ഇങ്ങനെ അങ്ങ് ആഘോഷിക്കേണ്ടതുണ്ടോ? ആഘോഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലതാണ്. ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത് ഇതൊരു വിവാദമാക്കാനൊന്നുമല്ല. പ്രണവ് മോഹൻലാലിൻ്റെ ജീവിതം അത് അയാളുടെ മാത്രമാണ്. അയാളുടെ ലൈഫ് സ്റ്റൈൽ അതും അയാളുടെ മാത്രമാണ്. എന്നിട്ടും നമ്മൾ എന്തിനാണ് അയാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്ന് കയറുന്നത്? പ്രണവ് മോഹൻലാലിനെ പോലെ ഒരു വ്യക്തി അളവറ്റ സമ്പത്തും സോഷ്യൽ സ്റ്റേറ്റസും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലെയൊരു പ്രത്യക്ഷത്തിൽ മോഡസ്റ്റായ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇതല്പം കോംപ്ലക്സും ഒപ്പം എളുപ്പത്തിൽ ഒരു വർഗീകരണത്തിന്, ഒരു കാറ്റഗറൈസേഷന് വഴങ്ങാത്തതുമായ ഒരു കാര്യമാണ്. കുറച്ച് പേരെങ്കിലും ഇത് മിനിമലിസമാണ് എന്ന തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. എന്നാൽ അത് ശരിയാണ്. ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക വളരെ പ്രധാനമാണ്. എന്താണ് മിനിമലിസം? മിനിമലിസം എന്നാൽ അത് നമ്മുടെ പൊസഷൻസിൻ്റെ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളുടെ ഇൻറ്റൻഷണൽ റിഡക്ഷൻ ചെയ്യുന്നതിനൊപ്പം ഭൗതിക സമ്പത്തിനും അപ്പുറമുണ്ടാകുന്ന അനുഭവങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയെന്നോ മനോഭാവമെന്നോ ഒക്കെ പറയാവുന്ന ഒന്ന് ആണ്. പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ അയാൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ അയാൾ സ്വീകരിച്ചിരിക്കുന്ന ഒട്ടും പൊങ്ങച്ചങ്ങളില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, മിനിമലിസത്തോടുള്ള അയാളുടെ അദമ്യമായ അഭിവാഞ്ചയിൽ നിന്നോ അതല്ലെങ്കിൽ അത് അയാളുടെ ഒരു ഫിലോസഫിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്നോ ഉണ്ടായതാണ് എന്ന് കരുതുവാൻ തൽക്കാലം ന്യായമൊന്നും കാണുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടേതായ പ്രയോറിറ്റീസും പ്രിഫറൻസസും ഉണ്ടാകാം. അതല്ലെങ്കിൽ അയാളുടെ കുടുംബം അയാൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മൂല്യങ്ങളുമാകാം അതിന് കാരണം. സോഷ്യൽ മീഡിയ പ്രണവ് മോഹൻലാലിൻ്റെ ലൈഫ് സ്റ്റൈലിൽ വല്ലാതെ ആകൃഷ്ടരാണ്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന പ്രതികരണങ്ങളെല്ലാം കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. ഈ പോസിറ്റീവ് പ്രതികരണങ്ങൾക്ക് പലവിധ കാരണങ്ങളുണ്ട്. ഒരാളുടെ ഒരു എക്സ്ട്രാവജൻ്റ് ലൈഫ് സ്റ്റൈലിനോടുള്ള നമ്മുടെ താരതമ്യം തന്നെയാകാം ചിലപ്പോൾ അത്. സമ്പത്തും അത്യാഡംബര ജീവിതവും ഒക്കെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമ്പോൾ പ്രണവ് പ്രദർശിപ്പിക്കുന്ന അയാളുടെ ഈ ചോയ്സസ് അതിനെതിരെയുള്ള ശക്തമായ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് പൊതുസമൂഹം അറിയാതെയെങ്കിലും വിശ്വസിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ മെറ്റീരിയലിസം അയാൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഏതുതരം സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഒരാളുടെ വിനയം, ഡൗൺ ടു എർത്ത് പെരുമാറ്റം ഒക്കെ പൊതുസമൂഹം അത്യധികം ആദരിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. മറ്റൊരു കാരണം മോഹൻലാലുമായുള്ള ബന്ധമാണ്. മോഹൻലാൽ എന്ന മഹാനടൻ്റെ മകൻ എന്ന ബന്ധം, മോഹൻലാലിൻ്റെ സോഷ്യൽ സ്റ്റേറ്റസ്, ഇതെല്ലാം നേരത്തെ പറഞ്ഞ ആ പോസിറ്റീവ് ചിത്രീകരണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്.
മറ്റൊന്ന്, പ്രണവിൻ്റെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലുള്ള സ്റ്റേറ്റസുമാകാം. ഒരു നടൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ സ്വന്തമായി ഒരു ഇടം ഉണ്ടാക്കിയെടുത്തു എന്ന് ഇപ്പോഴും പ്രണവിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കില്ലെങ്കിലും ആ ഒരു അവസ്ഥ ഈ പറയുന്ന പോസിറ്റീവ് പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഒരു ചോയ്സസ് ഒട്ടേറെ പേരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഇത് റിയലിസ്റ്റിക് അല്ല. അല്ലെങ്കിൽ ഒരു വലിയ മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻസ്പിരേഷൻ എന്നതിന് അപ്പുറം അനുകരിക്കുവാനോ നേടിയെടുക്കുവാനോ സാധ്യമായ ഒരു കർമ്മപാതയൊന്നുമല്ല. പ്രണവ് മോഹൻലാലിൻ്റെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഇങ്ങനെ പറയാം: സമ്പത്തും സൗഭാഗ്യവുമെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രിവിലേജ് എന്നോ, അത് അയാൾക്ക് കൊടുക്കുന്ന അയാൾക്ക് മാത്രം സ്വന്തമായ സ്വാതന്ത്ര്യവും, ആ സ്വാതന്ത്ര്യം അയാൾക്ക് കൊടുക്കുന്ന അൺകൺവെൻഷണൽ ചോയ്സസ് തിരഞ്ഞെടുക്കുവാനുള്ള മറ്റൊരു സ്വാതന്ത്ര്യവും. ഞാൻ പറഞ്ഞു വന്നത്, പ്രണവ് മോഹൻലാലിന് എങ്ങനെയാണ് ഇങ്ങനെയൊരു ഹംബിൾ ലൈഫ് സ്റ്റൈൽ സാധ്യമാകുന്നത്? തീർച്ചയായും അത് അയാളുടെ സാമ്പത്തിക ഭദ്രതയിൽ നിന്നാണ്. നമ്മുടെ ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും പ്രയോറിറ്റി എന്താണ്? സാമൂഹ്യ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്ന പ്രതീക്ഷകൾ, അത് നിറവേറ്റുന്നതിന് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ഒരു കരിയറിൽ തുടർച്ചയായ പ്രോഗ്രഷൻ, അതിലൂടെ ലഭ്യമാകുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാമാണ്. ഉദാഹരണത്തിന് വിവാഹം, കുടുംബം, ഒരു വീട്, ഇതെല്ലാമാണ് മിക്ക ആൾക്കാരുടെയും മിക്ക ചെറുപ്പക്കാരുടെയും പ്രയോറിറ്റിയും പ്രഷറും. എന്നാൽ പ്രണവ് മോഹൻലാൽ എന്ന വ്യക്തി ഇതിലേതെങ്കിലും ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു പേടിയുമില്ലാതെ അയാളുടെ ലൈഫ് സ്റ്റൈലും പാഷനും പിന്തുടരുവാനുള്ള ഒരു ലക്ഷറി പ്രണവ് മോഹൻലാലിനുണ്ട്. അയാളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഏറ്റവും കുറച്ച് ജോലി ചെയ്യുവാനും, വേണമെങ്കിൽ ജോലി ഒന്നും ചെയ്യാതിരിക്കുവാനും അയാൾക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ 99% ചെറുപ്പക്കാർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജാണ് ഇത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താണ് ചെയ്യുന്നത്? ധനികരായ വ്യക്തികൾ അവരുടെ പണത്തിൻ്റെ ഡംബ് കാണിക്കാതെ ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ആ ഹ്യൂമിലിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഹ്യൂമിലിറ്റി പലപ്പോഴും ഒരു ഇല്യൂഷൻ മാത്രമാണോ? സംശയമുണ്ട്. എന്നാൽ പലപ്പോഴും ഈ പെർസീവ്ഡ് ഹ്യൂമിലിറ്റി ശുദ്ധമായ, കലർപ്പില്ലാത്ത, നിസ്വാർത്ഥമായ ഒന്നിനെയോ അതല്ലെങ്കിൽ മെറ്റീരിയലിസത്തിൻ്റെ നിരാസത്തെയോ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സാമ്പത്തിക ഭാരങ്ങൾ ഒട്ടും അലട്ടുന്നില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അധികം അറിയപ്പെടാതെ അല്ലെങ്കിൽ കുറഞ്ഞ തോതിലുള്ള ഒരു പൊതുജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ടോ, അതും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേറെ മാനവും അർത്ഥവും കൊടുക്കുന്നത് കൊണ്ടുമാകാം ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് ഹ്യൂമിലിറ്റിയുടെ മറ്റൊരു വകഭേദമാണ്, അഫോർഡഡ് ബൈ വെൽത്ത്. പ്രണവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹ്യൂമിലിറ്റി അയാളുടെ സ്വഭാവവും അയാളുടെ പ്രകൃതവുമാണ്. അതില്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ നമ്മൾ അറിയുന്ന പ്രണവാകില്ല. അപ്പോഴും അതിന് അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് വെൽത്താണ്. മറ്റൊന്ന്, അയാളുടെ മേൽ മറ്റൊരു ഭാരവും ജീവിതഭാരവും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. പ്രണവിൻ്റെ ലൈഫ് സ്റ്റൈലിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഈ ഹൈപ്പ് ഫൈനാൻഷ്യലായി സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ചു പേർക്കിടയിലെങ്കിലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടാക്കാനിടയായേക്കാം. പ്രണവിൻ്റെ ചോയ്സസ് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നാണെന്ന രീതിയിലുള്ള ചിത്രീകരണം കുറച്ചൊരു റിസ്കിയായ സംഗതിയാണ്. കാരണം അയാളുടെ ചോയ്സസ് ഇമ്മൻസ്ലി റിച്ചായ ഒരാളുടെ പ്രിവിലേജ് നൽകുന്ന പ്രോഡക്റ്റ് ആണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. സ്പെയിനിൽ ഒരു ഫാമിൽ ശമ്പളമൊന്നും വാങ്ങാതെ കുതിരയെയും മറ്റും നോക്കുന്നു എന്ന നറേഷൻ കേൾക്കുവാൻ കൊള്ളാം. നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്ര പേർക്ക് സ്പെയിനിൽ പോകാൻ പറ്റും? എത്ര പേർക്ക് ശമ്പളമൊന്നുമില്ലാതെ ജോലി ചെയ്യുവാൻ പറ്റും? ഇത് കുറച്ചു പേർക്കെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന നിരാശതാബോധം ഉളവാക്കിയേക്കാം. സിനിമാ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും അയാൾക്ക് അവസരങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എന്നിട്ടും അയാൾ സിനിമകൾ ചെയ്യുന്നില്ല. വർഷത്തിൽ 1-2 മാത്രം. എന്നാൽ അവസരങ്ങൾക്കായി സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വാതിലിൽ മുട്ടി നടക്കുന്ന അതേ പ്രായത്തിലുള്ള എത്രയോ കഴിവുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരും പ്രണവുമായുള്ള വ്യത്യാസം, പ്രണവ് പ്രിവിലേജ്ഡ് ആണ്, മറ്റുള്ളവർ അങ്ങനെയല്ല എന്നതാണ്. ഇതിനു മുൻപും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. 2016 എന്ന് തോന്നുന്നു, സൂററ്റ് ബേസ്ഡായ ഒരു വജ്ര വ്യാപാരി സാവ്ജി ധൊലാക്കിയ അയാളുടെ മകൻ ദ്രവ്യ ധൊലാക്കിയെ ഒരു മാസത്തേക്ക് സാധാരണക്കാരുടെ ജീവിതവും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പഠിക്കുവാൻ കൊച്ചിയിലേക്ക് അയക്കുന്നു. മകന് 3 ജോഡി ഡ്രസ്സും 7000 രൂപയുമായിരുന്നു അയാൾ ആകെ കൊടുത്തുവിട്ടത്. മകൻ ദ്രവ്യ ധൊലാക്കിയ താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ കൊച്ചിയിലെ ഏതോ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഓർക്കണം, ധൊലാക്കിയ എന്ന വജ്ര വ്യാപാരിയുടെ നെറ്റ്വർത്ത് അന്ന് 6000 കോടി രൂപയായിരുന്നു എന്ന്. അന്നും കേരളത്തിലെ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും വലിയ ആഘോഷമായിരുന്നു.
എന്നാൽ അന്നും ഇന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അസാമിൽ നിന്നുമൊക്കെ കേരളത്തിൽ വന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നുണ്ട്. ആരെങ്കിലും അവരെ അറിയുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? അവർക്കാർക്കും സോഷ്യൽ മീഡിയ പേജുകളിലും പത്രത്താളുകളിലും സെൻസേഷൻ സൃഷ്ടിക്കുവാൻ തക്ക വാർത്താമൂല്യവും പ്രാധാന്യവും ഇല്ല. അതുതന്നെ, അവരാരും സെലിബ്രിറ്റിയുമല്ല. അവർക്കാർക്കും മീഡിയ അറ്റൻഷനും കിട്ടില്ല. സാവ്ജി ധൊലാക്കിയയുടെ കോടീശ്വരൻ എന്ന സ്റ്റേറ്റസ് അതുമാത്രം മതിയായിരുന്നു മീഡിയ കവറേജിനും മീഡിയ അറ്റൻഷനും. ഞാൻ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ കൂടി ഉൾപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. അവർക്ക് സംസാരിക്കാൻ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവർക്ക് പ്രാതിനിധ്യമേ ലഭിക്കുന്നില്ല. സ്വാഭാവികമായും മീഡിയയും അവരെ ഗൗനിക്കില്ല. ദ്രവ്യ ധൊലാക്കിയയുടേത് ഒരു യുണീക്ക്, അതേപോലെ അപ്രതീക്ഷിതവുമായ ഒരു അനുഭവമായിരുന്നു. സമ്പത്ത്, അതുണ്ടാക്കുന്ന സൗകര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള സാധാരണക്കാരൻ്റെ കൺവെൻഷണൽ ധാരണകളെ മാറ്റിമറിച്ചു അത് എന്നത് സത്യം തന്നെയാണ്. ഈ ഒരു പുതുമ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ ആ ഒരു ശ്രദ്ധ ഒരിക്കലും കിട്ടാതെ പോകുന്ന അനേകായിരം അപ്പുറത്ത് ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മറന്നുകൂടാ. സോഷ്യൽ മീഡിയയ്ക്കും ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ അൽഗോരിതം എല്ലായ്പ്പോഴും സെൻസേഷണലും അതേപോലെ അസാധാരണവുമായ കഥകൾ അന്വേഷിച്ച് പോകുമ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെയും ദ്രവ്യയുടെയും ഒക്കെ കഥകൾ വൈറലായി പോകുന്നു. സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കഥകൾക്ക് ആ ഒരു വൈറൽ മൂല്യം ഇല്ല. ചുരുക്കത്തിൽ പ്രണവ് മോഹൻലാലിൻ്റെ ലൈഫ് സ്റ്റൈൽ, അയാളുടെ എക്സ്പീരിയൻസ് ഒക്കെ അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെ പ്രശംസനീയമാണ്. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉണ്ടായി വരുന്നത് അയാളുടെ ആ പ്രിവിലേജ്ഡ് പശ്ചാത്തലത്തിൽ നിന്നാണ് എന്നതാണ്. സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന അയാളുടെ ആ ഒരു ഹ്യൂമിലിറ്റി ഈ ഒരു ക്രൂഷ്യൽ കോണ്ടെക്സ്റ്റിനെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതാണ് സത്യം. അത് പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു നറേറ്റീവിന് കാരണമാകുന്നു. ഒപ്പം മറ്റുള്ളവരിൽ യാഥാർത്ഥ്യതാബോധമില്ലാത്ത പ്രതീക്ഷകൾക്കും വഴിവെക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.